ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നിന്നാണ്. അധ്യായത്തിൽ സ്ലീഹ ഇങ്ങനെ പറയുന്നു: ഒരുവനെ നീ ആര് തന്നെയായിരുന്നാലും വിധിക്കുവാൻ നിനക്ക് അധികാരമില്ല എന്ന്. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും അളക്കപ്പെടും എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിച്ച് മനസ്സിലാക്കാറുണ്ടല്ലോ. നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് വേണം മറ്റൊരുവന്റെ കണ്ണിലെ കരടെടുത്തു മാറ്റുവാൻ എന്നും സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുവനെ വിധിക്കുമ്പോൾ, ഒരുവനെ എതിരായി നീ പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? സഹോദരങ്ങളെ, നമ്മിൽ ദൈവം വസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അപരനിലും ദൈവം വസിക്കുന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയണം. അങ്ങനെ നാം തിരിച്ചറിയുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറുന്നത്. നമ്മിൽ ദൈവം വസിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക, അതുപോലെ തന്നെ അപരനിലും ദൈവം വസിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ ശ്രേഷ്ഠയായി കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മിൽ ദൈവം വസിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ സത്യമാണ് മനസ്സിലാകുക. ദൈവം അവിടെയല്ല, ഇവിടെയല്ല, ഈശ്വരനെ തേടി ഞാൻ നടന്നു, എന്റെ ഉള്ളിൽ തന്നെയാണ്. അതേ ഈശ്വരൻ ഇതാ അപരനിലും വസിക്കുന്നുണ്ട് എന്ന സത്യം നാം തിരിച്ചറിഞ്ഞ് നാം സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുവനെ തെറ്റു പറയുമ്പോൾ, ഒരുവനെതിരായി സംസാരിക്കുമ്പോൾ അവനിൽ വസിക്കുന്ന ദൈവം അത് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നേറേണ്ടത് അത്യാവശ്യമാണ്. നാം ഈ ഒരു കാര്യം ചിന്തിക്കുക: ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നേക്ക് എതിരായി പറയുമ്പോൾ നമുക്ക് വേദന കഠിനമായി തോന്നാം, കൂടുതലായി തോന്നാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നാം സ്നേഹത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. നാം അവനെ സ്നേഹിക്കുന്നില്ല, അവളെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേദനകൾ ഉടലെടുക്കുവാൻ തന്നെ കാരണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ചില മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്: രണ്ടാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം മൂത്തവന് എപ്പോഴും കുറുമ്പാണ്, അല്ലെങ്കിൽ ഒത്തിരി കുറുമ്പാണ് എന്നൊക്കെ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് ഉള്ള സ്നേഹം ആ കുഞ്ഞിന് കിട്ടുന്നു, എന്നെ അവർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞ് അവനോട് കുറുമ്പ് കാണിക്കുവാൻ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്നേഹരാഹിത്യമാണ് ഇങ്ങനെയുള്ള എല്ലാ കുറുമ്പുകളുടെയും അടിസ്ഥാന കാരണം എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഒരുവൻ എതിര് പറഞ്ഞാൽ, നിന്നെക്കുറിച്ച് ഒരുവൻ കുറ്റം പറയുന്നതായി നീ കേട്ടാൽ, നീ ചെയ്യേണ്ടത് അവനിൽ നിന്ന് അവളിൽ നിന്ന് മാറുകയല്ല, മറിച്ച് അവനെ അവളെ കൂടുതൽ സ്നേഹിക്കുക. അവനെ അവളെ കൂടുതൽ സ്നേഹിച്ച് അവരോട് കൂടുതൽ ഇടപെട്ട് സംസാരിച്ച് നമ്മുടെ ആ വേദന മാറ്റുമ്പോൾ നാം യഥാർത്ഥത്തിൽ യേശുവിന്റെ ശിഷ്യയായി, യേശുവിന്റെ ശിഷ്യനായി മാറുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഞാനിത് പങ്കുവെക്കുന്നത് എന്റെ സാക്ഷ്യത്തോടു കൂടിയാണ്. എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചു എന്ന് ഞാൻ കേട്ടാൽ ഞാൻ പെട്ടെന്ന് അവരോട് ഗർവിക്കാറില്ല. വേദന മനസ്സിലുണ്ടാകാം, മാനുഷികമാണല്ലോ. നമ്മെ ഒരാൾ വേദനയോടെ പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നില്ല എന്നൊന്നും പറയാൻ ഞാനുള്ള ആളല്ല. കാരണം എനിക്കത് സംഭവിക്കുന്നുണ്ട്. എനിക്ക് വേദന ഉണ്ടാകുമ്പോൾ ഞാൻ അവരോട് എതിർക്കാറില്ല, മറിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഞാൻ ശക്തി സ്വീകരിക്കുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവനെ അവളെ കൂടുതൽ സ്നേഹിക്കുവാൻ, അവരെ കൂടുതൽ ബഹുമാനിക്കുവാൻ, അവരോട് കൂടുതൽ ഇടപെട്ട് എന്റെ ആ വേദന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കാത്തതിന്റെ കുറവ് അവരിൽ മാറ്റുവാനായിട്ട് ഞാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് സാധിക്കാറുണ്ട്. അതാണ് എന്റെ സാക്ഷ്യം. നമ്മെ സ്നേഹിക്കാത്തവരെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? നമ്മോട് വിപരീതം പറയുന്നവരെ, നമ്മുടെ കുറ്റം പങ്കുവയ്ക്കുന്നവരെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാവും? പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. നമ്മിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. കാരണം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ സ്വീകരിക്കുന്നു. ആ ദൈവം നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെയും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ദൈവം സ്നേഹമാണ്. ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും സ്നേഹിക്കുന്ന അവിടുന്ന് നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന അവിടുന്ന് നമ്മിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് അതിനായി ആഗ്രഹിക്കാം, അതിനായി ദൈവത്തിൽ ശരണപ്പെടാം. ഓരോരുത്തരിലും ദൈവം വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ജീവിതം സമൃദ്ധമായി മുൻപോട്ട് കൊണ്ടുപോകാം, സുന്ദരമാക്കി മുൻപോട്ട് കൊണ്ടുപോകാം, മാതൃകാപരമായി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാം. വിപരീതം സംഭവിക്കുന്നവരെയും സ്നേഹിച്ചുകൊണ്ട്, വിപരീതം പറയുന്നവരെയും സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പന
പൂർത്തിയാക്കിക്കൊണ്ട് ഒരു ജീവിതം നമുക്ക് നയിക്കാം. ശത്രുക്കളെയും സ്നേഹിക്കുവാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തു. ആ ആഹ്വാനം നമുക്ക് ഉൾക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ച്, കുറ്റം പറയുന്നവരെയും സ്വീകരിച്ച് സ്നേഹിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Do not judge, so that you may not be judged. The mystery that has been hidden throughout the ages and generations, but has now been revealed to his saints. To them God chose to make known how great among the Gentiles are the riches of the glory of this mystery, which is Christ in you, the hope of glory. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ കാൽപ്പാടുകൾ? മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനനം? വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ലെന്നോതിയോതി കാനനച്ചോല കുണുങ്ങിയോടി. കാണില്ല കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരന്റെ വാസം, സ്നേഹമാണീശ്വരന്റെ രൂപം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ.